ഒരിക്കൽ ഒരു രാജാവ് പത്നിമാരായ 16,000 പേരുമായി കൊട്ടാരത്തിലിരിക്കുന്ന സമയം വിഷ്ണു ഭഗവാൻ ഭിക്ഷുവായി അവിടെ ചെന്നു. തേജോമയനായ മഹാവിഷ്ണുവിനെ കണ്ടപ്പോൾ നാരിമാർ രാജാവിനെ വിട്ട് ഭിക്ഷുവിൻ്റെ കൂടെ ചേരുവാൻ ആഗ്രഹിച്ചു. അപ്പോൾ രാജാവ് അവരെ ശപിച്ചു. ആ രാജാവാണ് പിന്നെ നരകനായി അസുരനായി ജനിച്ചു എന്ന് പറയപ്പെടുന്നു. നാരിമാർ പിന്നെ നാരദന്റെ ആജ്ഞയാൽ ബ്രഹ്മാവിനെ തപസ്സു ചെയ്തു ഭഗവാന്റെ പത്നിയാകാനുള്ള അനുഗ്രഹം നേടി. എല്ലാ സംഭവങ്ങളും നടക്കുന്നതിന് ഒരു പൂർവ്വ കാരണം തീർച്ചയായും ഉണ്ടാകും. സർവം ഭഗവാന്റെ മഹാമായ എന്നല്ലാതെ ആർക്കും ഒന്നും പറയാൻ സാധിക്കില്ല. മഹാദുഷ്ടനായ ഹിരണ്യാക്ഷനെ വധിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ വരാഹ രൂപം കൈക്കൊണ്ടത്. അന്ന് വരാഹത്തിൻ്റെ തേറ്റയുടെ സമ്പർക്കം കൊണ്ട് ഭൂമിക്ക് ഒരു പുത്രൻ ഉണ്ടായി. അതാണ് നരകാസുരൻ. അസുരൻ്റെ സ്പർശനത്താൽ ശുദ്ധമല്ലായകയാലും ഭൂമിദേവി മുഷിഞ്ഞും അതീവ ദുഃഖിതയായിരിക്കുന്ന സമയത്ത് പുത്രൻ ഉണ്ടായതിനാൽ അവന് ദൈവീകത ഉണ്ടാകുകയില്ല എന്ന് മനസ്സിലാക്കി ഭൂമിദേവി പുത്രനെ രക്ഷിക്കണമെന്ന് ഭഗവാനോട് അപേക്ഷിച്ചു. മഹാവിഷ്ണു അവൻ്റെ കയ്യിൽ നാരായണാസ്ത്രം നൽകി. എന്നിട്ട് പറഞ്ഞു, ആർക്കും ഒരു നാളും നൽകാത്ത ഒരു അസ്ത്രമാണിത്. നീ ഓർക്കുക, നിന്നോട് അത്രയും പ്രിയമുള്ളത് കൊണ്ട് മാത്രമാണ് ഈ രഹസ്യമായ അസ്ത്രം നിനക്ക് നൽകുന്നത്. ആരുടെ നേർക്കും ഇത് അയക്കരുത്. അസ്ത്രം കയ്യിലിരിക്കുന്നിടത്തോളം കാലം എനിക്കല്ലാതെ ആർക്കും നിന്നെ വധിക്കാൻ സാധ്യമല്ല. എന്നിട്ട് ഭഗവാൻ അപ്രത്യക്ഷനായി. നരകാസുരൻ ബ്രഹ്മാവിനെ തപസ്സു ചെയ്തു എനിക്ക് ചിരഞ്ജീവിയാകണം എന്ന വരം ചോദിച്ചു. ബ്രഹ്മാവ് അത് നിഷേധിച്ചു. വേറെ എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ. അപ്പോൾ നരകാസുരൻ പറഞ്ഞു, ഞാൻ ഭൂമിദേവിയുടെ മകനാണ്. എൻ്റെ മരണവും ഭൂമിദേവിയുടെ കൈക്കൊണ്ട് മാത്രമേ സംഭവിക്കാൻ പാടുള്ളൂ. ബ്രഹ്മാവ് അങ്ങനെ ആകട്ടെ എന്ന് അനുഗ്രഹിച്ചു. മാതാവിന് സ്വന്തം മകനെ ഒരിക്കലും വധിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കാരണം നരകാസുരന് അഹങ്കാരം കൂടി. എങ്ങനെയൊക്കെ മുൻകരുതലെടുത്താലും വിധിയുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുക അസാധ്യം. നരകാസുരൻ വളരെ അഹന്തയോടുകൂടി പ്രാഗ്ജ്യോതിഷം എന്ന രാജ്യത്ത് വന്ന് കൊട്ടാരം പണിതു. അസുരൻ്റെ മായയാൽ നിർമ്മിതമായതുകൊണ്ട് തന്നെ കൊട്ടാരത്തിന് വളരെ പ്രത്യേകതകളുണ്ടായിരുന്നു. അവൻ തൻ്റെ മായയാലെ തടസ്സങ്ങൾ പലതും തീർത്തു. ചുഴലവും അസ്ത്രം കൊണ്ട് ഗിരിജലപ്പവന ദുർഗങ്ങളും പിന്നെ ഘോരമായ മുരപാശമാം ദുർഗവും സൃഷ്ടിച്ചു. ഭൂമിദേവിയുടെ വരശക്തിയാൽ ആ കൊട്ടാരത്തിൽ പ്രവേശിക്കുക അസാധ്യമായിരുന്നു. അങ്ങനെ പ്രാഗ്ജ്യോതിഷപുരത്തിൽ തൻ്റെ കൊട്ടാരത്തിൽ താമസിച്ചുകൊണ്ട് അവൻ ദുഷ്ടതകൾ ചെയ്തു തുടങ്ങി. ഓരോ രാജാക്കന്മാരെ കൊല ചെയ്ത് അവിടുത്തെ രാജകന്യകമാരെ കൊണ്ടുവന്ന് അനാവശ്യമായി കാരാഗൃഹത്തിലാക്കി. ഗോവധം, വിപ്രവധം ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ആവോളം ചെയ്തു പല യുഗം കഴിഞ്ഞുപോയി. സ്വർഗലോകത്ത് ചെന്ന് ഇന്ദ്രൻ്റെ മാതാവായ അതിഥിയുടെ കുണ്ടലം തട്ടിപ്പറിച്ചു. ഇന്ദ്രൻ്റെ വെൺകൊറ്റക്കുടയും കൊണ്ടുപോന്നു. ഇന്ദ്രൻ ദ്വാരകയിൽ ചെന്ന് ഭഗവാൻ കൃഷ്ണനോട് തൻ്റെ ദുഃഖമറിയിച്ചു. ഭഗവാൻ ഇന്ദ്രനെ സഹായിക്കാമെന്നേറ്റു. ശ്രീകൃഷ്ണൻ ഗരുഡവാഹനത്തിലേറി ഭാമയോടൊപ്പം പ്രാഗ്ജ്യോതിഷപുരത്തിൻ്റെ കോട്ടവാതിൽക്കലെത്തി. പക്ഷേ അതൊരു സാധാരണ നഗരമായിരുന്നില്ല. ആ കോട്ടയിൽ പ്രവേശിക്കുക, മായയാൽ ചുറ്റപ്പെട്ട രഹസ്യവലയം ഭേദിക്കുക അസാധ്യം. ഒരു തെറ്റായ ചുവട് പോലും അപകടം. എത്ര ശക്തനായാലും മരണഭയം ഒഴിഞ്ഞു മാറില്ല. എത്ര വൻമതിലുകൾക്കുള്ളിൽ ഒളിച്ചാലും മരണം അവനെ തേടിയെത്തും. എല്ലാ തടസ്സങ്ങളും ഭേദിച്ച്. കാരണം ഒന്നും സ്ഥിരമല്ല. എല്ലാ ഇരുമ്പ് മതിലുകളും എല്ലാ ശക്തിയും ഒരിക്കൽ നശിച്ചേ മതിയാകും. എല്ലാം മുൻകൂട്ടി അറിഞ്ഞ ഭഗവാൻ മധുരമായി പുഞ്ചിരിച്ചു. കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ